പൗലോസും സീലാസും അങ്ങനെ മടുത്തിരുന്നൊരു രാത്രിയിൽ പൗലോസും സീലാസും റോമിലെ ഒരു ജയിലിൽ കിടക്കുകയാണ്. പകല് മുഴുവൻ സുവിശേഷ വേല ചെയ്തു. സന്ധ്യക്ക് പ്രാർത്ഥിക്കാൻ പോയപ്പോഴാണ് അവരെ പിടിച്ചത്. ശരിക്കും അടിച്ചു. ഒരു പോക്കറ്റടിക്കാരനെ ജനക്കൂട്ടത്തിന്റെ കൈ കിട്ടിയാൽ അവരെങ്ങനെ പെരുമാറുമോ, ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചവനെ നമ്മുടെ കേരളത്തിലെ ആളുകൾ എങ്ങനെ പെരുമാറുമോ, അതിനേക്കാൾ മോശമായിട്ട് അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി അവരെ പ്രഹരിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വസ്ത്രം എല്ലാം വലിച്ചു കീറിയിട്ട് ശരിക്കും അടിച്ചു. പകല് മുഴുവൻ സുവിശേഷ വേല ചെയ്ത് കഷ്ടപ്പെട്ട് കാൽനടയെ യാത്ര ചെയ്ത് മടുത്ത് വൈകുന്നേരം ജനക്കൂട്ടത്തിന്റെ അടി മുഴുവൻ കൊണ്ട് അവസാനം കോടതിയിലേക്ക് കൊണ്ടുപോയി വിചാരണ ചെയ്ത് ന്യായാധിപന്റെ മുമ്പിൽ നിന്ന് ന്യായാധിപൻ ശിക്ഷ വിധിച്ച് അവസാനം പാതിരാത്രി ആകുമ്പോഴേക്കും ഒരു തരി ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, കാരാഗ്രഹത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കേൾക്കുന്നുണ്ടോ നിങ്ങളിത്? കാരാഗ്രഹത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പൊ ഇങ്ങനെ മടുത്ത് ഫിലിപ്പിയിലെ റോമൻ കാരാഗ്രഹത്തിന്റെ തണുത്ത തറയിൽ പൗലോസും സീലാസും ഇങ്ങനെ ഏങ്ങലടിച്ച് കരഞ്ഞ് മടുത്ത് ശ്വാസം മുട്ടി വേദന സഹിച്ച് കിടക്കുമ്പോ പൗലോസ് സീലാസിന്റെ കാതി പറഞ്ഞു, അനിയോ ഉറങ്ങിയോ? അപ്പോ സീലാസ് പറഞ്ഞു, ചേട്ടാ ഉറങ്ങിയിട്ടില്ല, നമുക്കൊരു പാട്ട് പാടിയാലോ? പാടാം. സീലാസ് എഴുന്നേറ്റു, പൗലോസ് എഴുന്നേറ്റു. രണ്ടുപേരും കാരാഗ്രഹത്തിന്റെ ഭിത്തിയോട് ചേർന്ന് ചാരി അങ്ങ് നിന്നു. എന്നിട്ട് അവർ ചങ്ങലയിട്ട കരങ്ങൾ കൊട്ടി ഈ മടുത്ത ശരീരം കൊണ്ട് അവർ കൈയടിച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. എന്ത് സംഭവിച്ചെന്നറിയാമോ? ആദിമസഭയുടെ ചരിത്രത്തിൽ അന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു മഹാത്ഭുതം സംഭവിച്ചു. ഒരിക്കലും ഒരു കുറ്റവാളിക്ക് തുരന്ന് ഗുഹയുണ്ടാക്കി രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ പല ലെയർ കല്ലടുക്കി പണിത റോമൻ ജയിലിന്റെ അടിത്തറ, മനുഷ്യന് പോലും തകർക്കാൻ പറ്റാത്ത, മനുഷ്യന് ആയുധം ഉപയോഗിച്ച് തകർക്കാൻ പറ്റാത്ത ആ റോമൻ ജയിലിന്റെ അടിത്തറ, ആ അടിത്തറ കുലുങ്ങി. എന്താ സംഭവിച്ചെന്നറിയാമോ? മടുത്ത് 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 ചാവാറായി നിൽക്കുന്ന പാവപ്പെട്ട രണ്ട് ശുശ്രൂഷകര് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോ അത്യുന്നതനായ ദൈവം, സ്വർഗത്തിലെ ദൈവം, ആ ദൈവം സിംഹാസനത്തിൽ ഒന്ന് നിവർന്നിരുന്നു. ഈ കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളങ്ങി എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ആ ദൈവം ഒന്ന് നിവർന്നിരുന്നിട്ട് ഇവരിങ്ങനെ പാടുകയാണ്, ആരാധിച്ചിടാം കുമ്പിട്ട് ആരാധിച്ചിടാം എന്ന് പറഞ്ഞ് അവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കയ്യടി കണ്ടിട്ട്, ഈ സ്തുതിപ്പ് കണ്ടിട്ട്, ഈ ആരാധന കണ്ടിട്ട് സന്തോഷം സഹിക്കാൻ പറ്റാതെ കർത്താവ് കൈയെടുത്ത് ഒരൊറ്റ അടി അടിച്ചു. നമ്മൾ അടിക്കുന്ന പോലെയാണോ കർത്താവ് അടിച്ചാൽ? ഒരൊറ്റ അടി കാരാഗ്രഹത്തിന്റെ അടിത്തറ കിട്ടുങ്ങി. റോമൻ ജയിൽ കുലുങ്ങി. കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു. സകലരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഇന്ന് ഈ നട്ടുച്ച കഴിഞ്ഞ് ഈ ഉഷ്ണച്ചൂടിൽ പ്രിയ മക്കളെ, നിങ്ങൾ ഈ മടുപ്പ്, ക്ഷീണം ദൈവത്തിന് സമർപ്പിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാൽ ഇപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരടിയടിക്കും. നിന്റെ വീടിനെ കെട്ടി വരിഞ്ഞിരിക്കുന്ന കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇന്ന് യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറും. പ്രിയമക്കളെ, കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്ത്. ദിവ്യകാരുണ്യത്തിൽ ഈശോ കടന്നു വരികയാണ്. ഹൃദയം തുറന്ന്, ആദരം തുറന്ന് എല്ലാ മക്കളും, കുഞ്ഞുമക്കള്, യുവതി യുവാക്കന്മാര്, കുടുംബനാഥന്മാര്, ചേട്ടന്മാര്, ചേച്ചിമാര് ശക്തിയോടെ 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 ആദരം തുറന്ന് ഉച്ചത്തിൽ സ്തുതിക്കുന്നു, ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയെ ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയെ ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് എല്ലാ മക്കളും കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നേ. കുഞ്ഞുമക്കളെല്ലാം എഴുന്നേറ്റ് നിന്ന് ശക്തിയോടെ എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. നന്നായിട്ട് കാലുകൾ മാറ്റി ചവിട്ടി
നന്നായിട്ട് കൈയടിച്ച് എല്ലാം മറന്ന് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തണം. ആരെ ശ്രദ്ധിക്കരുത്. ഈശോയെ മാത്രം നോക്കുക, ഈശോയെ മാത്രം കാണുക, ഈശോയെ മാത്രം ആരാധിക്കുക. എല്ലാം മറന്ന് ശക്തിയോടെ അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം. ചേർന്ന് പാടാം. അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം. സ്വർഗത്തിലേക്ക് ഉയർത്തി അതിരം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയോടെ ആരാധിക്കാം, ആരാധിച്ച് സ്തുതിക്കാം, ശക്തിയോടെ ആരാധിക്കാം. നാവിൻ്റെ കെട്ടഴിയട്ടെ. ഓരോ ജീവിതത്തിന് മേലെ ദൈവശക്തി വന്ന് നിറയട്ടെ. അടിമത്തത്തിൻ്റെ ചെങ്ങലകൾ, ആധിപത്യങ്ങൾ, അധികാരങ്ങൾ ഇപ്പോൾ പൊട്ടിമാറട്ടെ. ഈശോയുടെ നാമത്തെ ആരാധിക്കുന്ന സമൂഹത്തിന്റെ മേൽ ശക്തിയോടെ ദൈവകൃപ ഇറങ്ങി വരട്ടെ. ആരാധിക്കാം ആരാധിക്കാം ആരാധിക്കാം, ശക്തിയോടെ ആരാധിക്കാം, ശക്തിയോടെ കരങ്ങളടിച്ച് എല്ലാം മറന്ന് ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയുങ്കൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയുങ്കൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയുങ്കൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയുങ്കൽ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായി. ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മൂക്കം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ശക്തിയോടെ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീകത്തീടും ആരാധനയെങ്കിൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീകത്തീടും ആരാധനയെങ്കിൽ. ഓരോ മകന്റെ മേലും മകളുടെ മേലും ഓരോ കുടുംബത്തിന്റെ മേലും ജീവിതത്തിൽ കർത്താവിന്റെ കൃപയും ശക്തിയും ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഈശോ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. തിരുവോസ്തിയിൽ നിന്ന് അവിടുത്തെ ശക്തി ഒഴുകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, മത്തായി 8:16 അവിടുന്ന് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി രോഗികളെ സുഖപ്പെടുത്തി. ലൂക്ക 6:19 അവിടുത്തെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എല്ലാവരെയും സുഖപ്പെടുത്തി. ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള ദൈവമേ, ഉയർത്തെഴുന്നേറ്റ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ജീവന്റെ തുടിപ്പോടെ
ദിവ്യ കാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന സർവശക്തനായ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് 4 ദിക്കുകളിലേക്കും ഇപ്പോൾ ശക്തി ഒഴുകട്ടെ. ഈ ആലയത്തിന്റെ 500 കിലോമീറ്റർ ചുറ്റളവിലേക്ക് ദൈവശക്തി ഇപ്പോൾ ഒഴുകിയിറങ്ങട്ടെ. ഈ മക്കൾ ഏതെല്ലാം വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിയിരിക്കുന്നു, ആ സ്ഥലങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി ഒഴുകിയിറങ്ങട്ടെ. അനന്തമായ വിലമതിക്കാനാവാത്ത സർവശക്തിയുള്ള യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ശക്തി ഒഴുകിയിറങ്ങട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ. Power in the mighty name of Jesus. Mighty power in the name of Jesus. Mighty power in the name of Jesus. Oh Jesus. Mighty power in the name of Jesus. Mighty power in the name of Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പിതാവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, ഈ കുഞ്ഞുങ്ങളിലേക്ക്, ഈ കുഞ്ഞുങ്ങളുടെ രോഗപീഠകളിലേക്ക്, ഈ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയുടെ കെട്ടിലേക്ക്, ഈ കുഞ്ഞു മക്കളുടെ അനുസരണക്കേടിലേക്ക്, ഈ കുഞ്ഞു മക്കളിൽ സാത്താൻ പ്രവർത്തിക്കുന്ന മേഖലകളിലേക്ക് ഈശോ, the mighty name of Jesus, in the mighty name of Jesus പ്രാർത്ഥിക്കുന്ന കർത്താവേ. അബാ പിതാവേ, പ്രാർത്ഥിക്കുന്നു കുടുംബനാഥന്മാരിലേക്ക്, രോഗപീഠകളിലേക്ക് ഇപ്പോൾ നിന്റെ ശക്തി ഒഴുകി ഇറങ്ങണമെന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഉച്ചത്തിൽ വിളിച്ച ഈശോയെ, 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 നിന്റെ കണ്ണുനീര് കർത്താവ് സ്വീകരിക്കും, നിന്റെ നിലവിളി കർത്താവ് സ്വീകരിക്കും. നീ മടുക്കരുത്, നീ നിലവിളി നിർത്തരുത്. യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കണം. പ്രിയ മകനെ, മകളെ, ഇന്ന് ഈ ആലയത്തിൽ നീ വിളിക്കുന്ന വിളി ദൈവം കേട്ടിരിക്കും. നിന്റെ കണ്ണുനീരിന് ദൈവം ഉത്തരം തന്നിരിക്കും. കർത്താവേ, ആലയത്തിന്റെ 4 ദിക്കുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെല്ലാം സമർപ്പിക്കുന്നു. ഓൺലൈനിലൂടെ വിദൂരങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന മക്കളുടെ കുടുംബങ്ങളെ ഇപ്പോൾ സമർപ്പിക്കുന്നു. ദൈവമേ, പിശാചിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, അത്ഭുതം കാണാൻ ഇടയാവട്ടെ. ദൈവമേ, പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത രോഗശാന്തികൾ ഇവരുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ദൈവമേ, പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുത പ്രവർത്തികൾ ഈ കുടുംബങ്ങളിൽ ഇപ്പോൾ സംഭവിക്കട്ടെ, ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ. കരങ്ങളടിച്ച് ശക്തിയോടെ കരങ്ങളടിച്ച് എല്ലാം മറന്ന് നൃത്തമാടി കൈത്താളങ്ങളോടെ നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. സർവശക്തനായവനെ, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെന്നെ ഏറ്റുപറഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെന്നെ തള്ളിപ്പറഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ തള്ളിപ്പറയും. പ്രിയ മകനെ, മകളെ, ഇപ്പോൾ നീ എല്ലാം മറന്ന് പ്രാർത്ഥിക്കുക. ഒരു കുഞ്ഞിനെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ എല്ലാം മറന്ന് നീ ആരാധിക്കുക. ഈ ആലയത്തിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ കണ്ണുനീര് ദൈവം ഏറ്റെടുക്കും. നിന്റെ ജീവിതം മാറും. നിന്റെ പാപജീവിതം ദൈവം മാറ്റി എഴുതും. ദൈവം നിനക്ക് വിശുദ്ധി തരും. ദൈവം നിന്റെ തലമുറയെ അനുഗ്രഹിക്കും. കർത്താവ് നിന്നെ കരുണയോടെ നോക്കും. അവിടുന്ന് നിന്നെ അനുഗ്രഹിച്ച് പരിപാലിക്കും. നന്നായിട്ട് കരങ്ങളടിച്ച്. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ
ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 എല്ലാ മക്കളും രണ്ട് കരങ്ങളും അവരവരുടെ ശിരസിലേക്ക് വെച്ച്, സ്വന്തം ശിരസിലേക്ക് രണ്ട് കരങ്ങളും വെച്ച്, എൻ്റെ ശിരസ് മുതൽ പാദം വരെ എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ആത്മാവിനെയും എന്നെ തന്നെ പൂർണ്ണമായി, എന്നെയും എൻ്റെ കുടുംബത്തെയും എന്നെയും എൻ്റെ ബന്ധങ്ങളെയും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളെയും നല്ല ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു. നീ ഒരു പരാജയമാണെന്ന് ലോകം പറഞ്ഞിട്ടുണ്ടാവാം. ഒരിക്കലും എൻ്റെ ജീവിതം ശരിയാവുന്നില്ലല്ലോ എന്ന് നീ പരിതപിച്ചിട്ടുണ്ടാവാം. എൻ്റെ കണ്ണുനീര് ദൈവമേ നീ പോലും കാണുന്നില്ലേ എന്ന് നീ നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ടാവാം. ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് നീ വേദനിച്ച് നിലവിളിച്ചിട്ടുണ്ടാവാം. എൻ്റെ ജീവിതം ഒരു പരാജയമായല്ലോ എന്ന് നീ കരഞ്ഞ് കരഞ്ഞ് തകർന്നിട്ടുണ്ടാവാം. എൻ്റെ മകനെ, എൻ്റെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ മേഖലകളെ തിരുത്തി എഴുതാൻ പറ്റുന്ന സർവശക്തനായ ദൈവം ഇയാൾ താരയിൽ ഇതാ നിന്നെ ഉറ്റുനോക്കുന്നു. എൻ്റെ പ്രിയ മകനെ, മകളെ, നിന്റെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക. അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിന്റെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക. കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനുമാകയാൽ വിദൂരത്തിൽ നിന്നെന്റെ ദൈവം എനിക്ക് പ്രത്യക്ഷനായി അരുളി ചെയ്തു. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. എൻ്റെ മകനെ, മകളെ, നീ എൻ്റെ സ്വന്തമല്ലേ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. തുറക്കപ്പെട്ടൊരു ഹൃദയം, ആ ഹൃദയമാണ് ദിവ്യകാരുണ്യം. ആ തുറക്കപ്പെട്ട ഹൃദയം ഇതാ സ്നേഹത്തോടെ നിന്നെ കാത്തിരിക്കുന്നു. നിന്റെ ജീവിതം നശിക്കില്ല മകനെ. നിന്റെ ജീവിതം ഒരു പരാജയമാവില്ല മകളെ. നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം ഇതാ നിന്നെ കാത്തിരിക്കുന്നു. തിരുവോസ്തിയിൽ നിന്ന് കർത്താവേ, നിന്റെ സ്നേഹം ഒഴുകിയിറങ്ങണമേ. തകരുന്ന ഓരോ ജീവിതത്തെയും അങ്ങ് വീണ്ടെടുക്കണമേ. തരമില്ലാതെ നിലവിളിച്ച് കരയുന്ന ജീവിത മേഖലകളുടെ ദിവ്യകാരുണ്യ ശരീരത്തിൽ നിന്നിപ്പോൾ നിന്റെ ശക്തി ഒഴുകിയിറങ്ങണമേ. രോഗാതുരമായ ശരീരങ്ങളുടെ ദിവ്യകാരുണ്യ ശരീരത്തിൽ നിന്നിപ്പോൾ ശക്തി ഒഴുകിയിറങ്ങണമേ. കടഭാരങ്ങളുടെ മേൽ, സാമ്പത്തിക ബാധ്യതകളുടെ മേൽ നല്ല ദൈവമേ,
തിരുവോസ്തിയിൽ നിന്ന് നിന്റെ കാരുണ്യം ഒഴുകിയിറങ്ങുമാറാകണമേ. ഒരു വഴിയും കാണാതെ ഭാരപ്പെടുന്ന മക്കളുടെ മേൽ എൻ്റെ ദൈവമേ, എൻ്റെ നല്ല ദൈവമേ, നീ ഒരു തുറന്ന വഴിയായി ഇറങ്ങിച്ചെല്ലണമേ. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ നിന്റെ തോളിൽ വച്ചിരിക്കുന്നു. നീ തുറന്നാൽ ആരും അടയ്ക്കില്ല, നീ അടച്ചാൽ ആരും തുറക്കില്ല. ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ അങ്ങയുടെ മക്കൾക്കായി അങ്ങ് തുറക്കണമേ. ഇന്നീ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ കരുണയുണ്ടാകണമേ. ഇന്നീ ജീവിതങ്ങളുടെ മേൽ ഈശോയെ നീ ഇറങ്ങി വരണമേ. ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മനസമാധാനത്തിന്റെ മേലങ്കി ഇന്നീ മക്കളെ പുതപ്പിക്കണമേ. ദിവ്യകാരുണ്യ ശരീരത്തിൽ നിന്ന് ഈശോയെ അങ്ങ് ഇറങ്ങി നടക്കണമേ, ഇറങ്ങി നടക്കണമേ. ഈശോ ഓരോ മകനെയും മകളെയും തൊടണമേ. ഈ കണ്ണുനീരെല്ലാം അങ്ങ് കാണണമേ. പാവപ്പെട്ട അങ്ങയുടെ മക്കളുടെ എൻ്റെ നല്ല ദൈവമേ, കണ്ണുനീരോട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, ഈ ജനത്തിൻ്റെ അങ്ങ് കരുണയാവണമേ. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കും മക്കളെ. ഇപ്പോൾ ഇതാ വലിയ വിടുതലുണ്ടാവുന്നു. ഇപ്പോൾ നിന്റെ ജീവിതത്തിന്റെ അഴിയാത്ത കുരു കഴിയുന്നു. ഇപ്പോൾ നിന്റെ കണ്ണുനീരിനൊരു പരിഹാരം ഉണ്ടാവുന്നു. ഇപ്പോൾ നിന്റെ രോഗം സുഖപ്പെടുന്നു. ഇപ്പോൾ നിന്റെ ജീവിതത്തിന് മേൽ ദൈവം ഇറങ്ങി വരുന്നു, ദൂതന്മാർ ഇറങ്ങി വരുന്നു. നീ കാണാത്തൊരു വഴി, നീ കണ്ടിട്ടില്ലാത്തൊരു വഴി, നീ സ്വപ്നം കണ്ടിട്ടില്ലാത്തൊരു വഴി നിനക്ക് വേണ്ടി ദൈവം തുറക്കുന്നു. പാറ പിളർന്ന് വെള്ളമൊഴുക്കിയവൻ ഇതാ നിന്റെ മരുഭൂമി പോലെ വരണ്ട ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തെ ഒഴുക്കുന്നു. നിന്റെ പാപജീവിതം മാറുന്നു, നിന്റെ തകർച്ചകൾ മാറുന്നു, നിന്റെ കണ്ണുനീരിൽ ദൈവം ഇറങ്ങി ഇടപെടുന്നു. ആത്മീയ കൃപകൾ വർഷിക്കപ്പെടുന്നു, പ്രാർത്ഥനാ വരങ്ങൾ വർഷിക്കപ്പെടുന്നു, വചനാഭിഷേകങ്ങൾ വർഷിക്കപ്പെടുന്നു. രോഗത്തിന്റെ കെട്ടഴിയുന്നു, കുഞ്ഞുമക്കളുടെ ബുദ്ധി തെളിയുന്നു, ഓർമ്മശക്തി വർദ്ധിക്കുന്നു, പഠന മേഖലകൾ അനുഗ്രഹിക്കപ്പെടുന്നു. അഭിഷേകം കൃപയായി വന്ന് നിറയുന്നു. അഭിഷേകം ഒരു മഴ പോലെ പെയ്തിറങ്ങുന്നു. രണ്ട് കരങ്ങളും യേശുവിലേക്ക് നെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ വിളിച്ച് കരയുന്നു. ഈശോയേ, മുതിർന്നവരും തങ്ങളുടെ വലത് കൈ കുഞ്ഞുങ്ങളുടെ നേരെ നീട്ടിപ്പിടിക്കുക. കുഞ്ഞുമക്കൾ നിങ്ങളുടെ രണ്ട് കൈയും നിങ്ങളുടെ ശിരസിലേക്ക് വെക്കുക. കുഞ്ഞുമക്കളെല്ലാം നിങ്ങളുടെ രണ്ട് കൈ നിങ്ങളുടെ ശിരസിലേക്ക് വെക്കുക. നിങ്ങളുടെ രോഗപീഠകൾ ഇപ്പോൾ ഈശോ എടുത്തു മാറ്റും. നിങ്ങളുടെ ബുദ്ധി തെളിയും, ഓർമ്മശക്തി വർദ്ധിക്കും, പഠനശേഷി വർദ്ധിക്കും. കർത്താവ് നിങ്ങൾക്ക് മനസ്സിന് കർത്താവിൻ്റെ ആശീർവാദം തരും, ബുദ്ധിക്ക് ആശീർവാദം തരും. പ്രിയ മക്കളെ, കുഞ്ഞുമക്കളെല്ലാം എന്ത് രോഗം ഉണ്ടെങ്കിലും ഈശോ ഇപ്പൊ എടുത്തു മാറ്റുമെന്ന് മക്കളെല്ലാം വിശ്വസിച്ച് ഇപ്പൊ പ്രാർത്ഥിക്കുക. ഈശോ ഇപ്പൊ ഇറങ്ങി വന്ന് തൊടും. കണ്ണടച്ച് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളെല്ലാം കണ്ണടച്ച് എല്ലാവരും നിങ്ങളുടെ രോഗം എന്ത് തന്നെയാണെങ്കിലും ഈശോ ഇറങ്ങി വന്ന് നിങ്ങളെ തൊടുമെന്ന് വിശ്വസിച്ച് കുഞ്ഞുങ്ങളെല്ലാം ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഈ മക്കളുടെ മേൽ, ഈ കുഞ്ഞുങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും തിന്മയുടെ രൂപികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ നിന്റെ പരിശുദ്ധ നാമത്തിൽ ആ തിന്മകളെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. ഈ മക്കളിൽ ഏതെങ്കിലും തിന്മ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, രോഗശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, രോഗത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ യേശുവേ നിന്റെ പരിശുദ്ധ നാമത്തിൽ അവയെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈ മക്കളുടെ പഠന മേഖലയെ, ഭാവിയെ പരാജയപ്പെടുത്താൻ ഏതെങ്കിലും പൈശാചിക കണികൾ സാത്താൻ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അത് തകർന്നു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയേ. ആരാധന 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 ആരാധന. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു.
ഈ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവട്ടെ, ആയുസ് ഉണ്ടാവട്ടെ, അകാല മരണം, അപകട മരണം ഈ കുഞ്ഞു മക്കളിൽ നിന്ന് മാറിപ്പോവട്ടെ. ഇവർ പൂർണ്ണ വളർച്ചയെത്തട്ടെ. ദൈവത്തിന്റെ പദ്ധതി ഇവർ പൂർത്തിയാവട്ടെ. ഈ മക്കളെല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതങ്ങളായി മാറട്ടെ. ഇവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ കുഞ്ഞുങ്ങള് വിശുദ്ധരായിട്ട് മാറട്ടെ. ഇവർ സഭയ്ക്ക് പ്രയോജനമുള്ള മക്കളായി മാറട്ടെ. ഇവർ കാലഘട്ടത്തെ നയിക്കുന്ന മക്കളായി മാറട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ തലമുറയിൽ വിശുദ്ധരുണ്ടാവട്ടെ, പ്രവാചകരുണ്ടാവട്ടെ, വലിയ അഭിഷിക്തരുണ്ടാവട്ടെ. സഭയെ നയിക്കുന്ന വിശുദ്ധ ജീവിതങ്ങൾ ഈ മക്കളിൽ നിന്ന് ജന്മം എടുക്കട്ടെ. കർത്താവേ, ഈ മക്കളെല്ലാം കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. ഇവർ ആത്മാവിനാൽ ജ്വലിക്കട്ടെ. ഇവരിൽ പരിശുദ്ധാത്മാവെന്ന് നിറയട്ടെ. ഈ മക്കളിൽ ദൈവത്തിന്റെ അഗ്നി വന്നിറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീ ഈ മക്കളുടെ മേൽ ഇപ്പോൾ ഇപ്പോൾ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കും മക്കളെ, യേശുവിനെ വിളിക്കും. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതമായ വിടുതൽ കരങ്ങളടിച്ച്. തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തം കരങ്ങളുയർത്തി ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, 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 യേശുവേ, യേശുവേ, എല്ലാ മക്കളും മുട്ടുമേ നിൽക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ മുട്ടുമേ നിൽക്കുക, അല്ലെങ്കിൽ നിൽക്കുക. ഈശോ ആശീർവദിക്കുകയാണ്. പ്രിയ മക്കളെ, ദൈവത്തിൻ്റെ വലിയ കരുണയും സഹായവും എല്ലാ ആശീർവാദങ്ങളും ഇപ്പോൾ വന്ന് നിറയുകയാണ്. എല്ലാ ആശീർവാദങ്ങളും. കുഞ്ഞുമക്കളെല്ലാം കൈകൂപ്പി പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളെല്ലാം കൈകൂപ്പി പ്രാർത്ഥിച്ച്. പഠന മേഖലയെല്ലാം ഈശോ ഇപ്പോൾ അനുഗ്രഹിക്കും. നന്നായിട്ട് ഈശോയെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് നിശബ്ദമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഉച്ചത്തിൽ പ്രാർത്ഥിക്കണ്ട, നിശബ്ദമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. സ്നേഹത്തോടെ ഈശോയെ നോക്കി, ഏറ്റവും സ്നേഹത്തോടെ ഈശോയെ നോക്കി ആശീർവാദം സ്വീകരിക്കുക. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു മിനിറ്റ് ശാന്തമായിട്ടിരുന്നേ.